Dear students, good morning. ഈ പ്രാവശ്യം അതായത് സെക്കൻഡ് സെമസ്റ്ററിലെ OR എന്നുള്ള പേപ്പറിലെ 2 മോഡ്യൂൾസാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ രമ്യ മിസ്. ഫസ്റ്റത്തെ മോഡ്യൂളിൽ പറയുന്നത് എന്താണ് ഓപ്പറേഷൻ റിസർച്ച്, അതിൻ്റെ ഡെഫിനിഷൻ, അങ്ങനെ കാര്യങ്ങളാണ് ഫസ്റ്റ് യൂണിറ്റിൽ പറയുന്നത്. രണ്ടാമത്തെ യൂണിറ്റിൽ പറയുന്നത് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ് ആണ്. മൂന്നാമത്തെ യൂണിറ്റ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം, നാലാമത്തെ അസൈൻമെൻറ്റ് പ്രോബ്ലം, അഞ്ചാമത്തെ നെറ്റ്വർക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് പ്രോബ്ലം, അങ്ങനെയുള്ള വ്യത്യസ്ത തരം പ്രോബ്ലങ്ങളാണ് പറയുന്നത്. അപ്പോൾ അതിൽ തേർഡ് ഫോർത്ത് മോഡ്യൂൾസാണ് ഞാൻ എടുക്കുന്നത്. അതിൽ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലമാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ഏത് പ്രോബ്ലം നമ്മൾ പഠിക്കുമ്പോഴും ആദ്യം കുറച്ച് ഭാഗം കുറച്ച് തിയറി ആയിരിക്കും. ആ തിയറിയാണ് നമ്മുടെ ഈ ഒരു പേപ്പറിൽ കുറച്ച് ടഫ് എന്ന് പറയുന്ന കാര്യം. പ്രോബ്ലം പഠിച്ചു കഴിഞ്ഞാൽ ഈസിയാണ്, സിമ്പിളാണ്. അതുകൊണ്ട് തന്നെ തിയറി നിങ്ങളിതിൻ്റെ കൂടെ തന്നെ പഠിക്കണം. ചില എക്സാമിന് തിയറി മാത്രമേ കൂടുതൽ ഫോക്കസ് ചെയ്യാറുണ്ട്, ചിലതിൽ തിയറി ചോദിക്കാറില്ല. പക്ഷെ എങ്ങനെയാണ് ചോദിക്കുക നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ തിയറി കൂടി പഠിച്ചു പോകണം. ഫസ്റ്റിട്ട് തിയറി ആയതുകൊണ്ട് ഞാൻ കുറച്ച് ഭാഗങ്ങളെ പറയുന്നുള്ളൂ. അപ്പോൾ തിയറി ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ സ്ലൈഡിന് പകരം നോട്ട് തന്നെ ഫോട്ടോസ് ഇട്ടിരുന്നത്. കാരണം എഴുതാൻ നിങ്ങൾക്ക് സുഖത്തിന് വേണ്ടിയിട്ട് കണ്ടൻറ്റ് കൂടുതലുള്ളത് കൊണ്ടാണ്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം നിങ്ങൾ നോട്ട്സ് എഴുതുമ്പോൾ കറക്റ്റ് ആയിട്ട് നോട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം? ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒട്ടും ഒരു ഐഡിയ ഇല്ലാത്ത ഒരാൾ ഗുഡ്സ് ഒരു സോഴ്സിൽ നിന്ന് മറ്റൊരു ഡെസ്റ്റിനേഷനിലോട്ട് എത്തിക്കാം. അതായത് ഒരു ആവശ്യാനുസരണം ഒരു വസ്തുവിനെ ഒരു സ്ഥലത്ത് നിന്ന് ആവശ്യമുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോഴുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, അതാണ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മൾ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളൊന്നും നമുക്കറിയാത്തതുകൊണ്ട് നമ്മുടെ പേപ്പറിനെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു കാര്യം അറിയണമെന്നില്ലല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം, പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഒറ്റവാക്കി പറയുകയാണെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഓഫ് ബിസിനസ് ഡിസിഷൻ ആർ ടു ബി ടേക്കൺ റിലേറ്റഡ് വിത്ത് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വൈൽ ടേക്കിംഗ് ബിസിനസ് ഡിസിഷൻ. ഒരു ബിസിനസ്, അതായത് ഒരു BBA അല്ലെങ്കിൽ MBA കോഴ്സുകാർക്കാണെങ്കിൽ പെട്ടെന്ന് അവർ പഠിക്കുന്നതിനോട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു മാറ്റർ ആയതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതായത് ഒരു ബിസിനസ് ഡിസിഷൻ എടുക്കുമ്പോൾ ഒരു ആവശ്യത്തിന് നമ്മൾ ബിസിനസ് പരമായിട്ട് ഒരു ഗുഡ്സ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് എത്തിക്കുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിനെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. Transportation problem usually involve the physical movement of goods and service from various source or origin to multiple demand destination, which in the given constraints of supply and demand in such a way that the total transportation cost will minimize. നമ്മുടെ ഉദ്ദേശം എപ്പോഴും ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മിനിമൈസ് ചെയ്യുക എന്നാണ്. അതാണല്ലോ ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയത്. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറയ്ക്കുമ്പോഴാണ് നമുക്കവിടെ പ്രോഫിറ്റ് കൂടുക. അതായത് അവിടെ എന്താണ്, നഷ്ടങ്ങൾ ഇല്ലാണ്ടാക്കുക. അപ്പോൾ അതാണ് ചിന്ത. അപ്പോൾ അത് വെറുമൊരു ട്രാൻസ്പോർട്ടേഷൻ്റെ കോസ്റ്റും അതിലെന്തൊക്കെ വരാം, ടൈം ഒരു ഘടകമാണ്. പിന്നെ അതായത് ടൈം കുറയ്ക്കുക, കോസ്റ്റ് കുറയ്ക്കുക, ഡിസ്റ്റൻസ് കുറയ്ക്കുക. അപ്പോൾ ഇതൊക്കെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറയ്ക്കാനുള്ള ഒരു ഉപാധിയാണ്. നമ്മളൊരു സ്ഥലത്തേക്ക് എത്തിക്കുമ്പോൾ ആ ഡിസ്റ്റൻസ് കുറയ്ക്കാൻ ഷോർട്ട് കട്ട് മെത്തേഡ് ഉണ്ടെങ്കിൽ അതിലൂടെ എത്തിക്കുക ഗുഡ്സ്. അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് എത്താൻ കഴിഞ്ഞാൽ അത്രയും പെട്ടെന്ന് അതൊരു ഡിസ്റ്റൻസിനോട് ബന്ധപ്പെട്ടുള്ള ഫാക്ടർ തന്നെയാണ് ടൈം. പിന്നെ ചാർജ് കുറച്ചിട്ട് എത്തിക്കാൻ പറ്റും. ഇതെല്ലാം തന്നെ ട്രാൻസ്പോർട്ടേഷൻ്റെ കോസ്റ്റ് മിനിമൈസ് ചെയ്യാനുള്ള ഒരു മെത്തഡാണ്. ഈ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മിനിമൈസ് ചെയ്യലാണ് ബിസിനസ് എസ്റ്റാബ്ലിഷ്മെൻറ്റിന് ഏറ്റവും കൂടുതൽ വേണ്ടത്, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂട്ടലല്ല. അങ്ങനെ ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു പേപ്പറിൽ നമ്മളിങ്ങനെ പഠിക്കുന്നത് വെച്ചാൽ മെയിനായിട്ടും കള്ളി വരച്ചിട്ട്, അതായത് ടേബിൾ വരച്ചിട്ട് ഡ്രോയിങ് കോളുമായിട്ട് ഈ ഡിമാൻഡും സപ്ലൈയും എഴുതി, എന്നിട്ടാണ് അതിൽ നിന്നാണ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എല്ലാം തന്നെ കണ്ടുപിടിക്കുന്നത്. കുറേ പ്രോബ്ലംസാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. ഈസിയാണ് പ്രോബ്ലം. ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്താണെന്ന് പറയണം, അതൊരു ഡിഫിക്കൽട്ട് അല്ല, പ്രോബ്ലം വളരെ സിമ്പിളാണ്. പക്ഷെ എന്നാലും എന്താണ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്നറിയാതെ നമ്മളത് ചെയ്യുന്നതിൽ അർത്ഥമില്ലല്ലോ. അതുകൊണ്ട് എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ സപ്ലൈ ഡിമാൻഡ് ഈ ഒരു ടേബിൾ വരയ്ക്കുമ്പോൾ ആ ടേബിളിൻ്റെ രണ്ട് എൻഡിൽ, അതായത് റോ ആയിട്ടും കോളമായിട്ടും സപ്ലൈയും ഡിമാൻഡും കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുക.
ഉദ്ദേശം ട്രാൻസ്പോർട്ടേഷൻ മിനിമൈസ് ചെയ്യലാണ്. അപ്പോൾ അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നുകൂടി പറയാം. ട്രാൻസ്പോർട്ടേഷൻ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറി ഓഫ് ഒരു ബിസിനസ്സിൻ്റെ ഡിസിഷനിലെ ഏറ്റവും വലിയൊരു ഘടകമാണ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് LPP എന്നുള്ള വാക്ക് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ല, കാരണം അത് ഇതിന് മുന്നിലുള്ളൊരു ടോപ്പിക്കാണ്. പക്ഷേ അതിനോട് റിലേറ്റഡ് ഒന്നും അല്ല. ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്നാണ് പറയുന്നത്. ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഇതുപോലെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അല്ലെങ്കിൽ മറ്റുള്ള വേറെ പല കോസ്റ്റുകളും ഉണ്ടല്ലോ, വേറെ ഒരുപാട് തരത്തിലുള്ള ഇതുപോലുള്ള പ്രോബ്ലങ്ങൾ കണ്ടുപിടിക്കുന്ന രീതിയാണ് ലീനിയർ പ്രോഗ്രാമിംഗ്. ഇത് ലീനിയർ പ്രോഗ്രാമിൽ മെയിനായിട്ടും ഒരു ഗ്രാഫിക്കൽ മെത്തേഡാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യാറ്. അങ്ങനെയുള്ള ഒരു മെത്തേഡ് തന്നെയാണ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. അത് നിങ്ങൾക്ക് എടുക്കുമ്പോൾ മനസ്സിലാവും. ദ മെയ്ഡ് ഓഫ് ഒബ്ജക്റ്റീവ് ഈസ് ടു ബി സാറ്റിസ്ഫൈ ദ ഡിമാൻഡ് estimation requirements which in the planning capacity constraint as minimal transportation cost. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൺസ്ട്രെയിൻസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നു. കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് കണ്ടീഷൻസ് അല്ലെങ്കിൽ ഇക്വേഷൻസ് ആണ് കൺസ്ട്രെയിൻസ്. അപ്പോൾ S1 + Y1 ≥ 0 അങ്ങനത്തെ ഒരു കൺസ്ട്രെയിൻസ് പറയുമ്പോൾ അങ്ങനെയാണ്. അത് ഈക്വൽ ടു ആയിരിക്കില്ല, ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ എന്നുള്ള ആ ഒരു ടേംസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. നിങ്ങൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്കത് ചർച്ച ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ മാറും. അപ്പോൾ അത് ആദ്യം ഞാൻ പറയുന്നത് കേട്ട് പിന്നെ ഈ നോട്ടൊന്ന് എഴുതി നോട്ടൊന്ന് വായിച്ച് എന്നിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ ഒന്നുകൂടി ചോദിക്കാം. പിന്നെ പറയുന്നൊരു 3 ടേംസാണ് ഇതിൽ പ്രധാനപ്പെട്ട 3 ടേംസ്. ഒന്ന് ഫീസിബിൾ സൊല്യൂഷൻ, ഒന്ന് ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ, ഒന്ന് ഓപ്റ്റിമം സൊല്യൂഷൻ. ഇതിൽ ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൻ്റെ ഒരു ഭാഗമാണ്, ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലമാണ്. അതിലെ നോൺ നെഗറ്റീവ് അലൊഗേഷൻസ് ആണ് എൻ്റെ ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അത് റോയിലും കോളം രണ്ടിലും സാറ്റിസ്ഫൈ ചെയ്യുന്ന റെസ്ട്രിക്ഷനാണ്. പറയുന്നത് ടേബിളായിട്ടാണ് വരയ്ക്കാറ്. ടേബിളിൽ ഓരോ റോയും കോളുമായിട്ടാണ് അറേഞ്ച് ചെയ്യുക. ടേബിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിൽ റോസും കോളംസും ഉണ്ടാവുക. ആ ഒരു അതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് നോൺ നെഗറ്റീവ് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഫീസിബിൾ സൊല്യൂഷൻ ടു എ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ഈസ് എ സെറ്റ് ഓഫ് നോൺ നെഗറ്റീവ് അലൊഗേഷൻ. അതിന് എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ Xij ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. Xij എന്ന് പറയുന്നത് ഒരു കോമൺ ടേമാണ്. അത് S12 ആവാം, X1 ആവാം, എന്തും ആവാം. അതെന്താണ് നോൺ നെഗറ്റീവ് എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, 0നേക്കാൾ വലുത് എന്ന് പറയുമ്പോൾ 0 അല്ലെങ്കിൽ 0 വലുതെന്ന് പറയുമ്പോൾ അതൊരു പോസിറ്റീവ് നമ്പർ ആയതുകൊണ്ടാണ് നോൺ നെഗറ്റീവ് അലൊഗേഷൻ ആണ് എന്ന് പറയുന്നത്. അപ്പോൾ ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അതിലെ അതായത് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് നോൺ നെഗറ്റീവ് ആണ്. അതേസമയം ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അതൊരു ഫീസിബിൾ സൊല്യൂഷൻ തന്നെയായിരിക്കും, ബേസിക് ഫീസിബിൾ. അപ്പോൾ ചെറിയ എന്തെങ്കിലും ഒരു വ്യത്യാസമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ഇസ് എ ബേസിക് സൊല്യൂഷൻ if the number of non-negative allegation is equal to m plus n minus 1. എന്താ പറയുന്നത്? അതിലെ നോൺ നെഗറ്റീവ് അലഗേഷൻ അത് ഒരുപാട് കൺസ്ട്രെയിൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു എക്സാമ്പിളാണ് നമ്മൾ Xij ≥ 0 എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരുപാട് കൺസ്ട്രെയിൻസ് 3-4 കൺസ്ട്രെയിൻസ് ഒക്കെ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ കൺസ്ട്രെയിൻസ് കേൾക്കുമ്പോൾ ഒരു ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ഒരു വിഷമം ഉണ്ടായിരിക്കും. ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഇക്വേഷൻ മോഡലിൻ്റെ കൺസ്റ്റൻസ് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷേ ഒരിക്കലും തിയറി എടുക്കാതെ പ്രോബ്ലത്തേക്ക് പോയിട്ട് കാര്യമില്ല. പക്ഷെ നിങ്ങൾക്ക് തിയറി മനസ്സിലാക്കിയിട്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതന്നെയാണ് അതെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ആ കൺസ്റ്റൻറ്റ് ഒരുപാട് കൺസ്റ്റൻസ് ഉണ്ടാവും. അല്ലെങ്കിൽ നോൺ നെഗറ്റീവ് കൺസ്റ്റൻസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് അത് കാണാനുള്ള ഇക്വേഷൻ m + n - 1 ആണ്. അത് m എന്ന് പറയുന്നത് റോസിൻ്റെ എണ്ണവും n എന്ന് പറയുന്നത് കോളംസിൻ്റെ എണ്ണം. അതായത് ടേബിൾ വരയ്ക്കും അതിലെ റോസിൻ്റെ എണ്ണത്തിന് m എന്നും കോളത്തിൻ്റെ എണ്ണത്തിന് n എന്നും ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ അതിലെ നോൺ നെഗറ്റീവ് അലൊഗേഷൻ എന്ന് പറയുന്നത് m + n - 1 ആണ്. അതായത് m എന്ന് പറഞ്ഞാൽ 4ഉം n എന്ന് പറഞ്ഞത് 3യും ആണെങ്കിൽ m + 3 - 1 കണ്ടാൽ നോൺ നെഗറ്റീവ് അലൊഗേഷൻ കിട്ടും. അതാണ് ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ പറയുന്നത്. ഈ ലാസ്റ്റത്തെ ടേം വന്ന് ഓപ്റ്റിമം സൊല്യൂഷനാണ്. ഓപ്റ്റിമം സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആണല്ലോ നമ്മൾ കണ്ടുപിടിക്കുക. ഈ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഏറ്റവും മിനിമൈസ് ആണ് എങ്കിൽ അതിന് നമുക്ക് ഓപ്റ്റിമം സൊല്യൂഷൻ എന്ന് പറയാം.
എ ഫീസിബിൾ solution is said to be optimum solution if it is minimize the transportation cost. The transportation cost minimize ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആ ഫീസിബിൾ സൊല്യൂഷനെ ഒപ്റ്റിമം സൊല്യൂഷൻ എന്ന് പറയും. ഇത്ര ഞാൻ പറയുന്നുള്ളൂ. എന്താണ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം, പിന്നെ ഈ 3 ടേംസുകൾ, ഫീസിബിൾ സൊല്യൂഷൻ, ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ, ഒപ്റ്റിമം സൊല്യൂഷൻ, ഇത്രയും പറയുന്നുള്ളൂ. ഇത് മനസ്സിലാക്കുക. അടുത്ത ക്ലാസ്സിൽ ബാക്കി പറയാം. ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.